യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കി വയറ് മുറിച്ച് സ്വയം ശസ്ത്രക്രിയ നടത്തിയ യുവാവ് ആശുപത്രിയിൽ. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ നിന്നുള്ള 32 വയസ്സുകാരനാണ് യൂട്യൂബ് നോക്കി അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയ നടത്താൻ പഠിച്ച് സ്വന്തം വയറ് മുറിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ട ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സുൻഡ്ര ഗ്രാമവാസിയായ രാജബാബു വർഷങ്ങളായി അപ്പൻഡിസൈറ്റിസ് രോഗബാധിതനാണ്. കുറച്ചു ദിവസങ്ങളായി ഇയാൾക്ക് വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. ഡോക്ടർ നൽകിയ മരുന്ന് കഴിച്ചിട്ടും വേദന കുറഞ്ഞില്ല. വേദന കഠിനമായതോടെയാണ് മധുരയിൽ നിന്ന് വാങ്ങിയ ഒരു സർജിക്കൽ ബ്ലേഡ്, സൂചി, തുന്നൽ ചരട്, മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് ഇയാൾ വയറിൽ 11 തുന്നലുകൾ ഇട്ടു. അനസ്തേഷ്യയുടെ ഫലം കുറഞ്ഞപ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടിയ ഇയാളെ കണ്ട് വീട്ടുകാർ ഭയന്നു. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിലവിൽ ആഗ്രയിലെ SN മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായ രാജബാബുവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല. ആശുപത്രിയിൽ പോവാതെ സ്വമേധയ എല്ലാം ചെയ്യാമെന്ന് കരുതിയാണ് യുവാവ് ഇങ്ങനെ ചെയ്തത്. ശസ്ത്രക്രിയ നടത്തുന്നതിനിടെയാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അസ്വസ്ഥത അനുഭവിക്കുകയും കൂടെ നിലവിളിക്കുകയും ചെയ്ത ഇയാളുടെ നില അപ്പോൾ തന്നെ മോശമായിരുന്നു. തുടർന്ന് ബുധനാഴ്ച ബാബുവിൻ്റെ ബന്ധുവാണ് ഇയാളെ ജില്ലാ ആശുപത്രിയിലാക്കിയത്. ജില്ലാ ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അവിടുത്തെ ഡോക്ടർ ബാബുവിനെ ആഗ്രയിലെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അതേസമയം മെഡിക്കൽ കോളേജിലേക്ക് പോകാതെ ബാബു വീട്ടിലേക്ക് മടങ്ങിയെന്നും ബാബുവിൻ്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധു പിന്നീട് ഡോക്ടർമാരെ അറിയിച്ചു. ബാബു വയറിൻ്റെ പുറംഭാഗം മാത്രമാണ് കീറിയതെന്നും ആന്തരിക അവയവങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇതുപ്രകാരം വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പൻഡിക്സിന് നിരവധി തവണ ഡോക്ടർമാരെ പോയി കണ്ടു. ആഴ്ചകളോളം മരുന്ന് കഴിച്ചു. പക്ഷേ വേദനയ്ക്ക് മാത്രം ശമനമുണ്ടായില്ല. ഇതിനെ തുടർന്നാണ് രാജബാബു സ്വയം ചികിത്സയ്ക്ക് തയ്യാറായതെന്ന് റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. പണം ഞങ്ങൾ തരും.